ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ശുഭചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒരു ഈജിപ്ഷ്യൻ നാടോടി കഥയാകട്ടെ ഈ പ്രഭാത ചിന്ത. കഥ ഇങ്ങനെയാണ്. ഒരു ചെറുപ്പക്കാരൻ ദൈവശബ്ദം കേൾക്കുവാനും ദൈവത്തോട് സംസാരിക്കുവാനും അതിയായി ആഗ്രഹിച്ചു. ഈ പ്രശ്നത്തിന് എങ്ങനെ പരിഹാരമുണ്ടാക്കും എന്ന് അയാൾ ചിന്തിച്ചു. അങ്ങനെ ഇരിക്കെ സുന്നഗോഗിലെ പുരോഹിതരെ കാണാൻ ഇടയായി. ആ ചെറുപ്പക്കാരൻ ആ പുരോഹിതനോട് ചോദിച്ചു, പിതാവേ, ഞാൻ അതീവ ദുഃഖിതനാണ്. എനിക്ക് ദൈവത്തോട് സംസാരിക്കുവാനും ദൈവം എന്നോട് സംസാരിക്കുന്നത് കേൾക്കുവാനും ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. എന്തു ചെയ്യണം? ആ പുരോഹിതൻ ചെറുപുഞ്ചിരിയോട് പറഞ്ഞു, മകനെ, നിന്റെ ആഗ്രഹം വളരെ നല്ലതാണ്. നിന്റെ ആഗ്രഹം വേഗം സഫലമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നീ ഒരു കാര്യം ഓർക്കണം, ദൈവം നേരിട്ട് വന്ന് ആരോടും സംസാരിക്കാറില്ല. ദൈവം തൻ്റെ ദാസന്മാരിലൂടെയും ചില മുഖാന്തരങ്ങളിലൂടെയുമാണ് നമ്മോട് സംസാരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ നമുക്ക് ആ ശബ്ദം കേൾക്കാൻ കഴിയും. ഇത് കേട്ട ആ ചെറുപ്പക്കാരൻ തൻ്റെ സ്വന്തം ഭവനത്തിലേക്ക് യാത്രയായി. യാത്രാമധ്യേ അവൻ്റെ ഹൃദയത്തിൽ നിന്നും ഒരു ശബ്ദം അവൻ കേട്ടു, നീ വേഗത്തിൽ 2 ലിറ്റർ പാല് വാങ്ങണം. അപ്പോൾ അവൻ ചിന്തിച്ചു, ഇപ്പോൾ എനിക്ക് പാലിന് എന്താണ് ആവശ്യം? അല്പം കഴിഞ്ഞപ്പോൾ അതേ ശബ്ദം വീണ്ടും അവൻ്റെ ഹൃദയത്തിൽ പ്രതിധ്വനിക്കുവാൻ തുടങ്ങി. അല്പം മുമ്പ് പുരോഹിതൻ പറഞ്ഞ വാക്കുകൾ അവൻ്റെ ഹൃദയത്തിലൂടെ കടന്നു വന്നു. അവൻ ഉടൻ തന്നെ 2 ലിറ്റർ പാല് വാങ്ങി. വീണ്ടും അവൻ്റെ മനസ്സിൽ മറ്റൊരു ശബ്ദം കേട്ടു, നീ ചേരി പ്രദേശത്തേക്ക് പോകുക. ഉടനെ അവൻ അതനുസരിച്ചു. ഉടൻ തന്നെ അവൻ ഒരു കുടിലിനരികിലെത്തി. ആ കുടിലിൻ്റെ വാതിക്കൽ അവൻ മുട്ടി. ഉടൻ തന്നെ കുടിൽ തുറന്നു. ഒരു വയോധികനായ മനുഷ്യൻ ഇറങ്ങി വന്ന് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എൻ്റെ വീടിൻ്റെ വാതിക്കൽ നിൽക്കുന്നത്? ആ യുവാവ് തൻ്റെ കയ്യിൽ കരുതിയിരുന്ന 2 ലിറ്റർ പാല് ആ മനുഷ്യനെ ഏൽപ്പിച്ചു. ആ മനുഷ്യൻ പാലുമായി കുടിലിനുള്ളിലേക്ക് ഓടിപ്പോയി. ഉടൻ തന്നെ തിരിച്ചു വന്നു. ശരീരം തളർന്ന് അവശ നിലയിൽ കഴിയുന്ന 2 മക്കൾ എനിക്കുണ്ട്. ഞങ്ങൾ 4 ദിവസമായി പട്ടിണി കിടക്കുകയാണ്. കുഞ്ഞുങ്ങൾ 2 പേരും കരയുമ്പോൾ ഞാനും എൻ്റെ ഭാര്യയും മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കും. അല്പം മുമ്പ് ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ഒരേ സന്ദേശം ലഭിച്ചു. അത് ഇപ്രകാരമായിരുന്നു, ഇപ്പോൾ നിങ്ങളുടെ ഭവനത്തിലേക്ക് ഒരു മാലാഖ കടന്നു വരും. നിങ്ങൾക്കിപ്പോൾ എന്താണ് ആവശ്യം? ആ ആവശ്യം ആ മാലാഖ നിർവഹിക്കും. അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ വീടിൻ്റെ പ്രധാന കവാടത്തിൽ ഒരു മുട്ടൽ കേട്ടത്. അങ്ങനെയാണ് ഞങ്ങൾ കണ്ടത്. ആ ചെറുപ്പക്കാരന് സന്തോഷമായി. ദൈവം തന്നോട് സംസാരിക്കുന്നത് ഇപ്രകാരമാണ് എന്ന വലിയ ചിന്തയിൽ ആ ചെറുപ്പക്കാരൻ സന്തോഷവാനായി സ്വഭവനത്തിൽ എത്തിച്ചേർന്നു. പ്രിയ സഹോദരങ്ങളെ, പുതുവർഷം നമ്മെ വരവേൽക്കാൻ ഇനിയും 3 ദിവസങ്ങൾ മാത്രം ശേഷിക്കുന്നു. പുതുവർഷത്തിലെ ഓരോ നിമിഷങ്ങളിലും ദൈവശബ്ദം കേട്ട് ജീവിക്കുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. നമ്മളുടെ ആവശ്യങ്ങൾ അനവധിയായിരിക്കാം, പക്ഷെ നമ്മേക്കാൾ ആവശ്യമുള്ളവർ അനേകരുണ്ട്. അവരുടെ ആവശ്യങ്ങളെ കണ്ടും കേട്ടും മനസ്സിലാക്കി അറിഞ്ഞ് അവരോട് യുക്തമായ രീതിയിൽ പ്രതികരിക്കുവാൻ, അവർക്ക് സഹായമായി നമ്മുടെ ജീവിതം രൂപപ്പെടാൻ കഴിയുന്നെങ്കിൽ വാസ്തവത്തിൽ പുതുവർഷം അനുഗ്രഹത്തിൻ്റെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സംതൃപ്തിയുടെയും വർഷമായി മാറ്റപ്പെടും. സർവശക്തൻ അതിന് സഹായിക്കട്ടെ. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോട് രാജൻ വർഗീസ് അച്ഛൻ. നന്ദി.